Once again, good evening to everyone. ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം തന്നെ നിങ്ങൾ ചോദിച്ച പോലെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ തന്നെ മറന്നുപോയി ഞാൻ ആരാണ്. താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കൂ താൻ ആരാണെന്ന്. അപ്പോൾ ഞാൻ പറയാം ഞാൻ ആരാണെന്ന്. അല്ലേ? അത് കൃത്യമായി കേട്ടിട്ടുണ്ടല്ലോ. ആ കോമഡി കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ അല്ലെങ്കിലും ഞാൻ ആരാണെന്ന് ഞാൻ പരിചയപ്പെടുത്താം. പോരെ? എൻ്റെ പേര് ദിനേഷ് മുങ്ങത്ത് എന്നാണ്. ഞാൻ UAE കഴിഞ്ഞ 24 വർഷമായിട്ടുള്ള ആളാണ്. ഒരു എൻ്റർപ്രണറാണ്, ഓതറാണ്, ഹാപ്പിനെസ് ലൈഫ് കോച്ചാണ്, ബിസിനസ് മെൻറ്ററാണ്, ലോ ഓഫ് അട്രാക്ഷൻ സർട്ടിഫൈഡ് ട്രെയിനറാണ്. പിന്നെ ഒരു മനുഷ്യ ജീവിയാണ്. മനുഷ്യൻ്റെ കരുണയും മനുഷ്യ ജീവി എന്ന് പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാൽ മനുഷ്യനുണ്ടായിരിക്കേണ്ട കുറേ ഗുണങ്ങളുണ്ട്. അതിൽ കുറച്ചൊക്കെ ഗുണങ്ങൾ ഉണ്ട് എന്ന് 100% വിശ്വസിക്കുക. അതായത് സഹജീവി കരുണ, കാരുണ്യം, സഹാനുഭൂതി എന്നൊക്കെ പറയുന്ന ചില ഗുണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സമൂഹത്തിന് വേണ്ട ചില കാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴും സദാ സന്നദ്ധനായ ഒരു വ്യക്തിയാണ് എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രധാനമായ കാര്യം. പിന്നെ മെൻറ്റർഷിപ്പ്, അതുപോലെ തന്നെ ട്രെയിനിങ് ഒക്കെയാണ് എൻ്റെ പാഷൻ. സോഷ്യൽ മീഡിയയിലും മറ്റെല്ലാം ഇങ്ങനെ എഴുതുന്ന പരിപാടികളൊക്കെ ഉണ്ട്. എൻ്റെ കുടുംബം, ഞാൻ UAE താമസം, അബുദാബിയിലാണ് താമസം. എനിക്ക് ഒരു ഭാര്യയും 2 കുട്ടികളുമുണ്ട്. അവർ സന്തോഷത്തോടെ നിൽക്കുന്നു. മോൻ +2 കഴിഞ്ഞു, അതിന് ഡിഗ്രി ചേർന്നിരിക്കുകയാണ്. അവൻ്റെ ഒരു പുസ്തകം കൂടി കഴിഞ്ഞ വർഷം ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൽ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. എൻ്റെ 4ാമത്തെ പുസ്തകവും അവൻ്റെ ഒരു പുസ്തകവും പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അവൻ ഡിഗ്രി വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ പുസ്തകം എപ്പോൾ പബ്ലിഷ് ചെയ്യുന്നുള്ള അവരവരുടെ ചോയ്സിൽ വിട്ടുകൊടുത്തിരിക്കുന്നു. ഞാൻ കാസർഗോഡ് ജില്ല സ്വദേശിയാണ്. പൊതുവെ കാസർഗോഡിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരാളെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വളരെ അപൂർവമാണെന്നേ ഉത്തരവുള്ളൂ. കാസർഗോഡ് ജില്ല സ്വദേശിയാണ്. ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. പക്ഷെ ഇപ്പോൾ സൈക്കോളജി ഡിഗ്രി കഴിഞ്ഞു. ഇപ്പോൾ ന്യൂറോ സയൻസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതുമായിട്ടുള്ള അനുബന്ധമായ കുറേ വിഷയങ്ങൾ ഡെയിലി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് എന്നെ പറ്റിയുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. അത് മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ മോർ ഓവർ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റ വാക്കിൽ പറയാം, ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. എൻ്റെ പുസ്തകം കാണാത്തവർക്ക് നോക്കുക, മനസ്സൊരു വിസ്മയം എന്ന് പറയുന്ന ഈ പുസ്തകം. നിങ്ങൾ അതിലൊരു അധ്യായം ഞാൻ ആരാണെന്ന് കൃത്യമായി ഒരു ചോദ്യമുണ്ട്. 6ാമത്തെ അധ്യായമാണ് ഞാൻ ആരാണെന്നുള്ള ചോദ്യം. പൊതുവേ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ആരാണെന്നുള്ളത്. അതിൽ കൃത്യമായി ഞാൻ എന്നെ മനസ്സിലാക്കിയ എൻ്റെ ഉത്തരമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് വായിച്ചാൽ ഏതൊരാൾക്കും അവരവരാരാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു നടപടി അതിനകത്തുണ്ട് എന്ന് ഉൾക്കൊള്ളുക. അപ്പം ഇത്രയുമാണ് എന്നെപ്പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം സമ്പത്തിനെ പറ്റിയിട്ടാണ്. സമ്പത്ത് നമുക്ക് എങ്ങനെ ആർജിച്ചെടുക്കാൻ പറ്റും, മനഃശക്തിയിലൂടെ സമ്പത്ത് എങ്ങനെ ആർജിക്കാം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ മനഃശക്തിയിലൂടെ സമ്പത്ത് എങ്ങനെ ആർജിക്കാം എന്നതിനപ്പുറത്ത് സമ്പത്ത് എന്ന് പറയുന്നത് തികച്ചും സംഭവിക്കുന്നത് മനഃശക്തിയിലൂടെ മാത്രമാണ്. മനഃശക്തി ഇല്ലാത്ത ഒരാൾക്ക് സമ്പത്ത് ഒരിക്കലും സംഭവിക്കില്ല. സംഭവിച്ചാലും അയാൾക്കത് അനുഭവിക്കാൻ സാധിക്കില്ല. അത് അനുഭവിക്കണമെങ്കിൽ കൃത്യമായി മനഃശക്തിയിലൂടെ സമ്പത്ത് ഉണ്ടാവുക തന്നെ വേണം. മനഃശക്തി വേണം. അപ്പോൾ മനഃശക്തി എങ്ങനെയാണ് സ്വായത്തമാക്കുന്നത്? മനഃശക്തി സ്വായത്തമാക്കണമെങ്കിൽ ഒരേ ഒരു പ്രക്രിയ മാത്രമേ ഉള്ളൂ. മനസ്സ് ശാന്തമാകണം. മനസ്സ് ശാന്തമാകാത്ത ഒരു മനസ്സിലും ഒരു വിത്തുകളും മുളക്കുകയില്ല. മുളച്ച വിത്തുകളെല്ലാം പാഴ് ചെടികളായി മാറുകയാണ് ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം എൻ്റെ കോഴ്സിൽ എപ്പോഴും പറയാറുള്ളത്, ഈ ബുക്കിൻ്റെ തന്നെ പേര് അങ്ങനെയാണ്, ജേർണി ടു ഹാപ്പിനെസ്. സന്തോഷത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ നടത്തുന്നത്. സന്തോഷത്തോടുകൂടി യാത്രയാണ് ചെയ്യുന്നത്. എവിടെയാണോ സന്തോഷം, അല്ലെങ്കിൽ സന്തോഷം എന്നതിനപ്പുറത്തേക്ക് ആനന്ദം അനുഭവിക്കുന്നത്, ആ മനസ്സിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ പൊട്ടിമുളക്കുകയുള്ളൂ, എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നേടാൻ സാധിക്കുകയുള്ളൂ. ഇത് ഞാൻ പറഞ്ഞ കാര്യമില്ല. ലോകത്തിലെ എല്ലാ തത്വചിന്തകരും ഇങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സ് ശാന്തമാക്കൂ, നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിനെ ശാന്തമാക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നല്ലോ, ഡ്രീം, പ്ലാൻ, അച്ചീവ്, ഗോൾ എന്ന് പറയുന്ന സെറ്റിംഗ് ഫോർ ദ ലൈഫ് സക്സസ് എന്ന് പറയുന്ന സാധനം. ലൈഫിൽ സക്സസ് ഉണ്ടാവണമെങ്കിൽ ആദ്യം മനസ്സിനെ ശാന്തമാക്കണം, എന്നിട്ട് സ്വപ്നം കാണണം, അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം, അത് നേടണം. ഇതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് സമ്പത്തായാലും ഏത് കാര്യമായാലും. ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്,
എവറി മാൻ ഈസ് ആൻ ആർക്കിടെക്ചർ ആൻഡ് ക്രിയേറ്റർ ഓഫ് ഹിസ് ഓൺ ലൈഫ്. ഓരോ മനുഷ്യനും അവനവൻ്റെ ജീവിതത്തിൻ്റെ ശില്പിയും നിർമ്മാതാവുമാണ് എന്നാണ് ഞാൻ പറയുക. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്തെടുത്ത കാര്യമാണ്. നമ്മളെ ജീവിതത്തെ നിർണ്ണയിക്കാനും പാകപ്പെടുത്താനും ജീവിക്കാനും നമുക്ക് മാത്രമേ അധികാരം തന്നിട്ടുള്ളൂ. ദൈവം നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിടുമ്പോൾ അത് വേറൊരാൾക്കും അധികാരം കൊടുത്തിട്ടില്ല. പക്ഷെ നമുക്കതറിയാത്തതുകൊണ്ട് മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ട് നമ്മുടെ ജീവിതം നമ്മൾ ചളിക്കുണ്ടിൽ കൊണ്ടുപോയി ഇടുകയാണ് 90% ആൾക്കാരും ചെയ്യുന്നത്. ഇത് മാറുന്നതിലൂടെ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കോൺസെപ്റ്റ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഓക്കെ, ഇനി എൻ്റെ ഇടയിൽ പറഞ്ഞു പോകാം. ഇപ്പോൾ എൻ്റെ ഓൺഗോയിങ് 4 കോഴ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കും യൂട്യൂബിൽ കാണുന്നവർക്കായും നിങ്ങൾക്ക് മൊത്തമായിട്ട് പറയുന്നതാണ്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കോഴ്സ് ജോയിൻ ചെയ്യാം. വലിയ ചിലവുകളൊന്നുമില്ല. നമ്മൾ വളരെ കുറച്ച് പൈസക്കാണ് വാങ്ങി. കാരണം ഇത് എന്നെ സംബന്ധിച്ച് ഇതൊരു വരുമാന മാർഗമല്ല, എൻ്റെ പാഷനാണ്. പക്ഷേ എന്തുകൊണ്ട് കോഴ്സിനൊക്കെ ഫീസ് വാങ്ങിക്കുന്നത് വെച്ചാൽ ഞാൻ 2 വർഷക്കാലം ഒറ്റ ഫീസ് വാങ്ങിക്കാതെയായിരുന്നു കോഴ്സുകൾ മുഴുവൻ നടത്തിക്കൊണ്ടിരുന്നത്. ഒരുപാട് ആൾക്കാർ പഠിച്ചു പോയി, അവരോടൊക്കെ അവരവരെ വഴിക്ക് പോയി. ഞാൻ ഇപ്പോൾ എന്തിനാണ് ഫീസ് മേടിക്കുന്നത് വെച്ചാൽ ഇതിനനുസരിച്ച് ഇത് ഡിപ്പെൻഡ് ചെയ്തിട്ട് 2 ജീവനുകൾ ശമ്പളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന 2 പേർക്ക് ജോലിയുണ്ട്, അവർക്ക് ശമ്പളം കൊടുക്കണം. രണ്ടാമത്തെ കാര്യം, വെറുതെ കിട്ടിയതൊന്നും ഗുണകരമാവില്ല എന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. അതുകൊണ്ട് ഒന്നും എന്ത് തന്നെയായാലും, ഈവൻ പുല്ലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിലും വെറുതെ ഒരു തരി പുല്ല് പോലും പറിക്കരുത്. അതിനെല്ലാം പ്രത്യുപകാരമായി എന്തെങ്കിലും നൽകണം. ഇതിന് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ പറയുന്ന പേരായിരുന്നു ഗുരുദക്ഷിണ എന്ന് പറഞ്ഞ്. ദക്ഷിണ കൊടുത്താൽ മാത്രമേ ഏതൊരു വിദ്യയും നമ്മളിലേക്ക് ജ്ഞാനീയമായി അല്ലെങ്കിൽ സാംശീകരിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള കോൺസെപ്റ്റ് അറിയണം. അതുകൊണ്ടാണ് ഫീസ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചില സമയത്ത് ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷനിൽ ചെറിയൊരു ബേസിക് കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. വെറും 101 രൂപയ്ക്ക് 111 രൂപയ്ക്ക്. അത് 111 ടെക്നിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. 111 എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏറ്റവും പവർഫുൾ ആയ ഒരു ടെക്നിക്കാണ് 111. ആ 111 ടെക്നിക്കിലൂടെ നമുക്ക് എന്തും നേടാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് 111 രൂപ വാങ്ങിച്ച് ലോ ഓഫ് അട്രാക്ഷൻ 5 ദിവസം ബേസിക് ക്ലാസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ മെഡിറ്റേഷൻ ക്ലാസ്സും ഇതുപോലെ വരുന്നുണ്ട്. വളരെ ചെറിയ പൈസ, എല്ലാ ദിവസത്തെയും മെഡിറ്റേഷൻ ക്ലാസ്. അതുപോലെ തന്നെ എല്ലാ ദിവസത്തെയും അഫ്രിമേഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നമ്മൾ ഫീസിലൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന ഏറ്റവും പവർഫുള്ളായ കോഴ്സ്. ഈ പവർഫുള്ളായ കോഴ്സ് ശരി 10,000 രൂപയാണ് ആ കോഴ്സിൻ്റെ ഫീസ്. അത്രയും പവർഫുള്ളായ കോഴ്സാണ്. അതിലൂടെ ജീവിതം മാറ്റാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ ഇപ്പോൾ ഈ മാസവും അതിൻ്റെ ഫീസ് 5,000 മാത്രമേ ഉള്ളൂ. അടുത്ത മാസം മുതൽ 10,000 രൂപയാവും. അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ ഇതുപോലെ തന്നെ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന കോഴ്സാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഫുൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ കോഴ്സ്, അതിന് 2,000 രൂപയാണ് ഫീസ് ഉള്ളത്. ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയാണ് പറഞ്ഞത്. നാളെ മാറിയേക്കാം, അത് വേറെ ടൈമിൽ ചില ഓഫറുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ നിങ്ങൾ കാണുന്നവർക്ക് എപ്പോൾ വേണമെങ്കിൽ താഴെ ഇതിൻ്റെ നിങ്ങൾക്ക് ലിങ്കുകൾ കിട്ടും. ഓരോ സമയത്ത് കോഴ്സിൻ്റെ നിങ്ങൾക്ക് ചേരാവുന്നതാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിലൊക്കെ നിങ്ങൾക്ക് ഫീസ് റിട്ടേൺസോ അങ്ങനെ പല പോളിസികളും നമുക്കുണ്ട്. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. പക്ഷേ ഞാൻ പറയുന്നതേ ഉള്ളൂ, നിങ്ങൾ അറിയണം, നിങ്ങളത് നിങ്ങളത് പഠിക്കണം, പഠിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ജീവിതത്തിൽ മാറ്റം വന്നില്ലെങ്കിൽ അത് പറയുക, ഇന്നെന്ന കാരണം കൊണ്ട് എനിക്ക് മാറ്റം വന്നില്ല, ദെൻ വി ഹാവ് എ സൊല്യൂഷൻ. ഇത്രയാണ്. പിന്നെ ബിസിനസ് മെൻറ്റർഷിപ്പിനെ പറ്റി ഞാൻ ഇവിടെ പറയുന്നില്ല, അത് വേറെ സെക്ഷനാണ്. ബിസിനസ് മെൻറ്റർഷിപ്പ് കൊടുക്കുന്നുണ്ട്, പേഴ്സണൽ മെൻറ്റർഷിപ്പ് കൊടുക്കുന്നുണ്ട്, മണി മാനിഫെസ്റ്റേഷൻ മെൻറ്റർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഞാനിതൊക്കെ മിറാക്കിളുകൾ എൻ്റെ ലൈഫിൽ ചെയ്തതിന് ശേഷമാണ് ഞാനിതൊക്കെ കൊടുക്കുന്നത് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇത്രയാണ് എന്നെപ്പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ? ഓക്കെ, താങ്ക് യു ഓൾ. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് 1 കോടി രൂപ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. അപ്പം അതിന് പല ആൾക്കാരും പല അഭിപ്രായം പറഞ്ഞു. ആദ്യം ഞാൻ ചോദിച്ചത് 1 കോടി രൂപ നിങ്ങൾക്ക് കിട്ടി എന്ന് കരുതുക, എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് പറഞ്ഞത്. നമ്മൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ആകത്തുക വൈബ്രേഷനും എനർജിയും കണക്ട് ചെയ്തിട്ടാണ് നമ്മളിന്ന് പറഞ്ഞത്. സമ്പന്നനാവണമെങ്കിൽ എന്താവണം? സമ്പന്നൻ്റെ വൈബ്രേഷനിലേക്ക് നമ്മൾ ഉയരണം. ഒരു സമ്പന്നൻ എങ്ങനെയാണോ ജീവിതത്തെ അനുഭവിക്കുന്നത്, അയാളുടെ വൈബ്രേഷൻ എന്താണോ ആ വൈബ്രേഷനിൽ നമ്മൾ ഉയർന്നാൽ മാത്രമേ സമ്പന്നത നമ്മളിലേക്ക് വരികയുള്ളൂ എന്ന് കൃത്യമായി ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ സമ്പന്നനാവണമെങ്കിൽ വൈബ്രേഷൻ നമ്മൾ കൂട്ടണം. അപ്പോൾ സമ്പന്നൻ്റെ വൈബ്രേഷൻ എന്താണ്? എന്തുകൊണ്ടാണ് എനിക്കിപ്പോൾ 1 കോടി ഇല്ലാത്തത്? ദാറ്റ് മീൻസ് ഈ ലോകത്തിൽ എല്ലാം എനർജിയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ 1 കോടി ഇല്ലാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആ 1 കോടിക്ക് വേണ്ടുന്ന വൈബ്രേഷനുള്ള ഒരു ബോഡി അല്ല എൻ്റെത് എന്നാണ് അതിൻ്റെ ഉത്തരം. ക്വാണ്ടം ഫിസിക്സിൽ പറയുന്ന ഉത്തരം. അത് സ്വീകരിക്കാൻ പാകപ്പെട്ട
ഒരു വൈബ്രേറ്റിംഗ് ബോഡി അല്ല എൻ്റെത്, അല്ലെങ്കിൽ ഞാൻ എന്നിൽ നിന്നും പ്രഹരിക്കുന്ന എനർജി എന്ന് പറയുന്നത് 1 കോടിക്ക് തത്തുല്യമായതല്ലാത്തത് കൊണ്ടാണ് എനർജി 1 കോടി നമ്മളിലേക്ക് വരാത്തത്. അപ്പോൾ 1 കോടി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഉയർത്തുക തന്നെ വേണം. വേറെ ഒരു ഓപ്ഷനുമില്ല. മറ്റു ഏത് ഓപ്ഷനിലായാലും അത് വരില്ല. കോടികൾ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പോകുന്നുണ്ടാവും, അല്ലെ? കോടികൾ നമുക്കായിട്ടുണ്ടാക്കുന്നതല്ലോ, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അബൻഡൻസ് ഓഫ് വെൽത്ത്, മണി, ദിസ് വേൾഡ് ഇവിടെ യൂണിവേഴ്സിലുണ്ട്. അത് നമ്മളിലേക്ക് വന്നാൽ മാത്രമാണ്. ഇതിവിടെ ഒരു വലിയ പുഴ ഇങ്ങനെ ഒഴുകുകയാണ്, അല്ലേ? നിറയെ കാശ് നിറച്ചുകൊണ്ടുള്ള പുഴ ഇങ്ങനെ ഒഴുകുകയാണ്. പക്ഷെ നമ്മൾ നദി സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ വെള്ളം നമുക്ക് കോരണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സാധനം വേണം, എങ്കിൽ മാത്രമേ അത് കോരാൻ പറ്റുള്ളൂ. ആ മൈൻഡ് സെറ്റ് നമുക്കില്ലാത്തതാണ് നമ്മളുടെ പ്രധാന പ്രശ്നം എന്ന് നിങ്ങൾ ഇന്നലെ മനസ്സിലാക്കി. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് 1 കോടി കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിൽ ചില ആൾ പറഞ്ഞ മറുപടി ഒന്ന് പറഞ്ഞു പോകണം. ഞാൻ ബിൽഡിംഗ് കെട്ടും, എന്നിട്ട് ഷെയറിലും മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്യും, ചാരിറ്റി കൊടുക്കും. രണ്ടാമത്തെ ആൾ പറഞ്ഞ കാര്യമാണ് എനിക്കൊരു പ്രോപ്പർട്ടി സ്വന്തമാക്കണം. മൂന്നാമത്തെ ആൾ പറഞ്ഞതാണ് പ്രോപ്പർട്ടി മേടിക്കണം, ബിൽഡിംഗ് കെട്ടണം, കുറച്ച് സേവിങ്സും വെക്കണം. വേറൊരാൾ പറഞ്ഞു ഞാൻ മണി സ്പെൻഡ് ചെയ്യും ഫോർ മൈ മകൻ്റെ റൂമിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവൻ്റെ ഡ്രീം ഗാഡ്ജറ്റ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട്, പിന്നെ ഞാൻ ലോകം സഞ്ചരിക്കാനായിട്ട് ആ പൈസ ഉപയോഗിക്കും. ഒരാൾ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു. അത് വെച്ചിട്ടാണ് ഞാനിത് തുടങ്ങുന്നത്. ആ ആളിലേക്ക് ഞാൻ വരാം. ഒരാൾ വളരെ ബ്രില്യൻ്റ് ആണ് ഉത്തരം പറഞ്ഞത്. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ ഉത്തരം പറഞ്ഞ ആളെയും അതിൻ്റെ ഉത്തരവും എന്താണെന്ന് പിന്നെ പറയാം. എന്നെ വേറൊരാൾ പറഞ്ഞു എൻ്റെ കടങ്ങളൊന്ന് തീർക്കും, കുറച്ച് കുട്ടികൾ ഹെൽപ്പ് ചെയ്യാൻ പോകും, 10-50 ലക്ഷം ഞാൻ സേവ് ചെയ്യും എന്ന് പറഞ്ഞു. ഇനി വേറൊരാൾ പറഞ്ഞു ബിൽഡിംഗ് കിട്ടും, ബാക്കി ഇൻവെസ്റ്റ് ചെയ്യും, പോയി വലിയൊരു പ്രോപ്പർട്ടി വാങ്ങണം, ആഡംബര കാർ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കടങ്ങൾ തീർക്കും. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ 1 കോടി രൂപ കിട്ടുമ്പോൾ നിങ്ങൾ ആരായി? കോടീശ്വരനായി, അല്ലേ? ഇതല്ലേ കറക്റ്റ് ഫിഗർ? കിട്ടുമ്പോൾ നിങ്ങൾ കോടീശ്വരനായി മാറിക്കഴിഞ്ഞു. ഇനി ആ സാധനത്തെ നിങ്ങൾ ചെലവാക്കിയാൽ, അന്നേരം തന്നെ നിങ്ങൾ ആ പൈസ ചെലവാക്കിയാൽ, നിങ്ങൾ പിന്നെ കോടീശ്വരനാണോ അല്ലയോ? യെസ് ഓർ നോ ടൈപ്പ് ചെയ്യൂ. നിങ്ങൾ ആ കാശ് കടം തിരിച്ചു കൊടുക്കാൻ ഉപയോഗിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഉപയോഗിച്ചു, അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് സ്പെൻഡ് ചെയ്തു, പിന്നെ നിങ്ങൾ കോടീശ്വരനാണോ അല്ലയോ? യെസ്, എല്ലാവരും ടൈപ്പ് ചെയ്യൂ. പിന്നെ നിങ്ങൾ ചെലവാക്കിയാൽ നിങ്ങൾ കോടീശ്വരനാണോ അല്ലയോ? യെസ്. ബാക്കി യൂട്യൂബ് വീഡിയോ കാണുന്നവർ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യണേ. യൂട്യൂബ് വീഡിയോ കാണുന്നവർ കമൻറ്റ് ചെയ്യണേ. ഇതിലാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇരിക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ ഇതേ കമൻറ്റ്, നിങ്ങൾ ഈ പറഞ്ഞ കമൻറ്റ് റീകമൻറ്റ് ചെയ്യേണ്ട, വീണ്ടും കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഉത്തരം കേട്ടോ. എല്ലാവരും പറഞ്ഞു നോ എന്ന് പറഞ്ഞു. ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെയാണ് ഇന്നലെ ഒരു ബ്രില്യൻ്റ് ആൻസർ ഇതിൽ പറഞ്ഞ ഒരാളെ നമുക്ക് എടുക്കേണ്ടത്. നമുക്ക് അവരുടെ ശബ്ദം മാത്രം കേൾക്കാം, എന്തുകൊണ്ടാണ് അവരത് പറഞ്ഞതും എന്നും, അവരിപ്പോൾ എന്താണ്, അവർക്ക് ഞാനിപ്പോൾ നൽകുന്ന സർവീസ് എന്താണെന്നും കൂടി അവർ ഇപ്പോൾ ഇവിടെ പറയും. ഇത് നമ്മുടെ സ്റ്റുഡൻ്റ് ആണ്. ഷീല മാം ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. ഷീല മാം ജസ്റ്റ് അൺമ്യൂട്ട്, വീഡിയോ ഓൺ ചെയ്യണം, അൺമ്യൂട്ട് ചെയ്ത് പറയൂ. നിങ്ങൾ ഇന്നലെ പറഞ്ഞത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ആ ബ്രില്യൻ്റ് ആൻസർ നിങ്ങൾ എങ്ങനെയാണ് എത്തിയത്, എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് പറയൂ. ഹലോ സാർ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് സാർ പറഞ്ഞതുപോലെ അതിൽ നിന്ന് എടുത്താൽ പിന്നെ ഞാൻ കോടീശ്വരി അല്ല. അതുകൊണ്ട് ഞാൻ അത് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇൻവെസ്റ്റ് ചെയ്ത ശേഷം ബാക്കി കാര്യങ്ങൾ ശരിയാ, വളരെ കറക്റ്റ്. ഇനിയിപ്പോ നമ്മൾ തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻസ് ഉള്ളതും കൂടി പറഞ്ഞു കൊടുത്തേ. മണി 1 കോടി രൂപ 2025 ഡിസംബർ 1 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സാറിന്റെ മണി മാനിഫെസ്റ്റേഷനിൽ ഞാൻ ജോയിൻ ചെയ്തത്. സാർ നിങ്ങൾക്ക് തരുന്ന സർവീസ് എന്താണ്? അതിന്റെ പേരെന്താണ്? മണി അല്ല, വേറൊരു പേരിലാണ് നമ്മൾ വിളിക്കുന്നതിനെ. ഞാൻ നിങ്ങൾക്ക് തരുന്ന സർവീസ് കോഴ്സ് ആണോ തരുന്നത്, മെന്റർഷിപ്പ് ആണോ? മെന്റർഷിപ്പ്. അപ്പൊ പറയാ സാറിന്റെ മെന്റർഷിപ്പിലാണ്. അതെ, എന്റെ മെന്റർഷിപ്പിലുള്ള ആളാണ് ഷീല മാം. ഷീല മാമിന് 10 പേര് മെന്റർഷിപ്പ് ചോദിച്ചിട്ട് അതിൽ ഒരാളെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഞാൻ തരാം മെന്റർഷിപ്പ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. ഷീല മാം പറഞ്ഞതാണ് മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ആലോചിച്ചത് എന്താണ്? ചെലവാക്കാനാണ്. ചെലവാക്കിയാൽ പിന്നെ നിങ്ങൾ കോടീശ്വരനാണോ? അന്നേരം ചെലവാക്കിയാൽ അല്ല. ഇവിടെയാണ് നമ്മുടെ തോട്ട് മാറേണ്ടത്.
1 കോടി കിട്ടിക്കഴിഞ്ഞാൽ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞു, ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഉയർത്തണം, അല്ലേ? എങ്ങനെയാണ് നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഉയർത്തുന്നത്? നമ്മളിപ്പോൾ ഇമാജിനറി വേൾഡിൽ നിന്നുകൊണ്ട് ശാന്ത്രികമായി നമ്മൾ വൈബ്രേഷൻ ഫ്രീക്വൻസി ഉയർത്തി വെച്ചിരിക്കുന്നു. സ്വാഭാവികമായി അങ്ങനെ സംഭവിച്ചാൽ പിന്നെ നമ്മൾ അതായി തീർന്നു കഴിഞ്ഞു, അല്ലേ? അപ്പോൾ നിലവിലുള്ള അവസ്ഥയിലാണോ നമ്മളുള്ളത്? എന്നാൽ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഡ്രസ്സിനെ പറ്റിയൊക്കെ സൂചിപ്പിച്ചിട്ട് പോയിരുന്നല്ലോ, ഓർത്താലും. ഇപ്പോൾ നിങ്ങൾ കീറി പറഞ്ഞ് 5 വർഷം 6 വർഷം പഴക്കമുള്ള ഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ, ഡ്രസ്സും എനർജിയാണ് കേട്ടോ. ഡ്രസ് മെറ്റീരിയൽസും വീട്ടിലുള്ള പഴകിയ സാധനങ്ങൾ, അത് ഒരു ദിവസം ഞാൻ പറയാം ഏതൊക്കെ വീട്ടിലെ സാധനങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് കളയണമെന്നൊക്കെ മറ്റൊരു ക്ലാസ്സിൽ ഞാൻ പറയാം. ഒരു ദിവസം അത് മാത്രം ഒരു ക്ലാസ് വെക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങളിപ്പോൾ ഒരു കാര്യം ചോദിച്ചോളൂ. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ, ഞാനിപ്പോൾ ഓഫീസിൽ വന്ന് കുളിച്ചു കഴിഞ്ഞു, ഞാൻ എന്തിനാണ് ഈ വൈകിട്ടത്തെ ക്ലാസ്സിൽ വരുമ്പോൾ ഈ സാധനം ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നു ചോദിച്ചിട്ടുണ്ടോ? എന്തിനാണ് ഈ കോട്ട് ഇരിക്കുന്നത്? ഞാൻ ഓഫീസിൽ പോകുമ്പോൾ കോട്ടൊന്നും ഇടാറില്ല കേട്ടോ. ഇവിടെ വന്നിരിക്കുമ്പോൾ എന്തിനാണ് ഈ കോട്ട് ഇടുന്നത്? ചിന്തിച്ചിട്ടില്ലല്ലേ? കാണാൻ സുന്ദരനാമെന്ന് സത്യമായിരുന്നു, അത് അപ്പുറത്തേക്ക് ഇതൊരു മൈൻഡ് സെറ്റാണ്, അല്ലേ? നിങ്ങളെ ഈ കാര്യം പഠിപ്പിക്കാൻ ഞാൻ കാപ്പബിൾ ആണ് എന്നുള്ള മൈൻഡ് സെറ്റ് എനിക്ക് വേണം. നിങ്ങളെക്കാളും വലിയ എനർജി, ഊർജം എനിക്കുണ്ടാവണം. എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ആ ഊർജം ഉണ്ടാകുന്ന ഡ്രസ്സ് ഒരു വലിയ ഘടകം തന്നെയാണ്. ഞാൻ വെക്കുന്ന കണ്ണട ഒരു വലിയ ഘടകം തന്നെയാണ്. ഞാൻ കെട്ടുന്ന വാച്ച് ഒരു വലിയ ഘടകം തന്നെയാണ്. ഇതൊന്നും ഇല്ലാത്ത ഒരാൾ കോടികളുടെ കണക്ക് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? ആദ്യം അത് നമുക്കുണ്ടാവണ്ടേ? അപ്പൊ ഞാനൊരു കാര്യം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണെങ്കിൽ ആദ്യം ഞാനത് ചെയ്യണ്ടേ? അല്ലാതെ ഞാൻ പഠിപ്പിച്ചു തരുന്ന എന്താ കാര്യമുള്ള? അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വൈബ്രേഷൻ ഫ്രീക്വൻസി നമ്മൾ ഉയർത്തണമെങ്കിൽ നമ്മൾ നിലവിലുള്ള അവസ്ഥയിൽ നിന്നും അടിമുടി മാറണം. അടിമുടി മാറാത്തിടത്തോളം കാലം ഉയർത്താൻ പറ്റില്ല. അത് എങ്ങനെയൊക്കെ മാറണം? നമുക്ക് ഉയരേണ്ട ഫ്രീക്വൻസി ഏതാണെന്ന് നോക്കി അതിലേക്ക് മാറണം. അതിനാണ് പറയുന്നത്, നിങ്ങൾക്ക് കോടീശ്വരനായ ഒരാളെ അല്ലെങ്കിൽ ആരാവണമെന്ന മോഡലിംഗ് നമ്മൾ സെറ്റ് ചെയ്യണം. എന്നിട്ട് അയാളെ പോലെ നമ്മൾ ജീവിക്കാൻ തുടങ്ങണം. അപ്പോഴാണ് നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഉയർന്നു വരിക. ദാറ്റ്സ് കോൾഡ് ആസ് എ മോഡലിംഗ് എന്ന് പറയും. ഇത് വളരെ പ്രധാനമാണ്. സേവിങ്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാൾ സേവ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിക്കണം. അവരെന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഐഡിയാസ് ഉണ്ടാവും, നമ്മൾ ലേണിംഗ് ആവും. ലേണിങ്ങിൽ വരുമ്പോൾ മാത്രമേ നമ്മുടെ ഫ്രീക്വൻസി ഉയരുകയുള്ളൂ. ഇപ്പം ഞാൻ സിമ്പിളായിട്ട് ഇന്നലെയും പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ഇത്ര ഒരാഴ്ചയിലധികമായി നിങ്ങൾ ഈ കണ്ടിന്യൂസ് ഈ വെൽത്തിൻ്റെ ക്ലാസ്സിലിരിക്കുകയാണ്. നിങ്ങളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടല്ലോ. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒക്കെ ചേഞ്ച് ആയില്ലേ ഇപ്പോൾ? ഇതെങ്ങനെയാണ്? നിരന്തരം ഞാനിവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തിയത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് എന്താണോ ആവശ്യം ആ കാര്യത്തെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടേയിരിക്കണം. അത് തുല്യമായ എനർജി നമ്മൾ ബ്രീഡ് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇന്നലെ പറഞ്ഞതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് 1 കോടി കിട്ടിയെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാനാണ്. കിട്ടിയതിന് നന്ദി അറിയിക്കുകയാണ്. എങ്ങനെ അറിയിക്കും? ആരോടാണ് നന്ദി അറിയിക്കുന്നത്? നിങ്ങൾക്ക് കിട്ടിയ പൈസ, ഒരാൾ തന്ന കടം തന്ന പൈസയൊന്നുമല്ലല്ലോ. നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങൾ നേടിയെടുത്തതാണത്, അല്ലേ? നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങൾ നേടിയെടുത്ത കാശിന് ആർക്കാണ് നിങ്ങൾ നന്ദി നൽകേണ്ടത്? ഒന്ന് ടൈപ്പ് ചെയ്തേ. നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങൾ നേടിയെടുത്ത കാശിന് നിങ്ങൾ ആർക്കായിരിക്കും നന്ദി കൊടുക്കുക? നന്ദി പറയേണ്ടത് ആരോടാണ്? അറിയുന്ന ഒരു ഉത്തരം ഒന്ന് ടൈപ്പ് ചെയ്തേ നോക്കട്ടെ. യെസ്, കമാൺ. ആദ്യത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യം. യെസ്, അവിടെ ഉത്തരം വന്നു. ആദ്യത്തെ ഉത്തരം ശരിയാണ്. കറക്റ്റ്. പോരട്ടെ, എല്ലാവരും ടൈപ്പ്. ഉത്തരം അവിടെയാണ് കിടക്കണേ. അതാണ് നമ്മൾ മെയിൻ. ഈ ഉത്തരത്തിലാണ് നമ്മൾ കാര്യം ഇരിക്കണേ. കേട്ടാ, ഞാൻ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് മനസ്സിലായി സാധനം? ഈ ഉത്തരത്തിലാണ് കാര്യം ഇരിക്കുന്നത്. ഇത് ഇന്നലെ നിങ്ങൾ ആദ്യം പറഞ്ഞോ? ഇതാണ്, മറക്കാതിരിക്കണം. തന്നോട് തന്നെ നന്ദി പറയാൻ ആദ്യം തയ്യാറാണ്. എത്ര പേര് ഓരോ ദിവസം അവരവരോട് നന്ദി പറയുന്നുണ്ട്? ഇന്ന് നമ്മളിപ്പോൾ ഞാൻ ഇത്രയും നന്നായിട്ട് ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്, എനിക്ക് എന്നോട് നന്ദിയില്ലെങ്കിൽ നാളെ ഞാൻ ഈ കോലത്തിൽ വന്നിരിക്കാൻ പറ്റുമോ എനിക്ക്? എത്ര പേര് എല്ലാ ദിവസവും അവനവരോട് നന്ദി പറയുന്നു? ഗ്രാറ്റിറ്റ്യൂഡ്, ഞാൻ പറഞ്ഞു, ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ കീ ഫോർ എവറി സക്സസ്. എല്ലാ സക്സസ്സിലും ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ കാര്യമില്ലാതെ സക്സസ് നടക്കുകയില്ല. അപ്പോൾ നമ്മൾ 1 കോടി ഉണ്ടാക്കിയെങ്കിൽ എൻ്റെ കഴിവിനോട് ഞാൻ, അഹങ്കാരമല്ല വേണ്ടത് കേട്ടോ, എൻ്റെ കഴിവിനോട് ഞാൻ നന്ദി പറയും. നന്ദി ദിനേശ, നീ ഇത്രയും ഉയർന്നതിന് നന്ദി. ഞാനെപ്പോഴും പറയാം, നമ്മൾ രണ്ടാണല്ലോ അല്ലേ, നമ്മൾ ഒരാളല്ലല്ലോ അല്ലേ. നമ്മൾ മറ്റതിനോട് നന്ദി പറയണം. ഇനി നന്ദി മാത്രം പറഞ്ഞാൽ മതിയോ? പോരല്ലോ. നമ്മൾ ഓവറോൾ മാറണം. വെറും നന്ദി വാക്കിലൊതുക്കിയാൽ മതിയോ?
സെലിബ്രേറ്റ് അവർ സെൽഫ്. നമ്മൾ നമ്മളെ തന്നെ സെലിബ്രേറ്റ് ചെയ്യണം. ആദ്യം നന്ദി പറയണം, എന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യണം. സെലിബ്രേറ്റ് ചെയ്യാതിരുന്നാൽ കിട്ടിയതിൽ എന്താണ് നമുക്ക് അറിയുന്നത്? വെൻ വി ആർ നോട്ട് സെലിബ്രേറ്റിംഗ് എനിത്തിങ്, then what is that success? രണ്ടാമത്തെ കാര്യം ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ്, രണ്ടാമത്തെ സെലിബ്രേറ്റ് അവർ സെൽഫ്. മറ്റൊരാളോടല്ല, നമ്മൾ നമ്മളെ സെലിബ്രേറ്റ്. എങ്ങനെ നമുക്ക് സെൽഫ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ എങ്ങനെയാണ് സെൽഫ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? സെൽഫ് സെലിബ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ള സാധനം, നമ്മളെ പാകപ്പെടുത്താൻ പറ്റിയ സാധനം, നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുക, അണിയുക, ഒരുങ്ങുക. മറക്കരുത്, ആരും പറഞ്ഞു തരുന്ന ടെക്നിക്കല്ല ഇത്. കാരണം നാം പ്രത്യേകിച്ച് മലയാളീസിന് ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കിട്ടിയത് ആണ് എൻ്റെ ഡ്രസ്സെങ്കിൽ ഞാനും അങ്ങനെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സെലിബ്രേറ്റ്. റെക്കോർഡിംഗ് ഉണ്ടോ എന്നൊരു ഡൗട്ട്. അപ്പോൾ സെലിബ്രേറ്റിംഗ് അവർ സെൽഫ് രണ്ടായില്ലേ. ഇനി മൂന്നാമത് ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ള കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ഗ്രാറ്റിഫിക്കേഷൻ? നമ്മൾ ഓക്കെ, അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് പറയാം. ഇത് രണ്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ആലോചിക്കുന്നത് ആ പൈസ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം. എന്തുകൊണ്ടാണെന്നറിയോ? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നുള്ള പുസ്തകം നിങ്ങൾ ആരും വായിച്ചിട്ടുണ്ടോ? അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, പണം നമുക്ക് വേണ്ടി പണിയെടുക്കണം, നമ്മൾ പണത്തിന് വേണ്ടി പണിയെടുക്കരുത്. 1 കോടി കിട്ടിയാൽ അടുത്ത നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും വീണ്ടും കോടികൾ കിട്ടാനായിരിക്കുമല്ലോ. സ്വാഭാവികമായ പ്രക്രിയയാണ് മനുഷ്യന്റെ, അല്ലേ? മനുഷ്യൻ എവറസ്റ്റ് കീഴടക്കി, അത് കഴിഞ്ഞ് മനുഷ്യൻ ആലോചിച്ചു ബഹിരാകാശത്ത് പോകാനും അടുത്ത ഗ്രഹങ്ങളിൽ പോകാനും. മനുഷ്യന്റെ ത്വര അങ്ങനെയാണ്, അങ്ങനെ ആവാവും. അതാണ് മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ 1 കോടി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ചെലവാക്കിയല്ല വേണ്ടത്, 1 കോടിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, എന്നിട്ട് ആ കാശ് കൊണ്ട് എങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റും. ദ മണി വിൽ വർക്ക് ഫോർ അസ്. ഇതിനാണ് സേവിങ്സ് എന്ന് പറയുന്നത്. അതിലാണ് ഇന്നലെ ചില ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൻസറുകൾ വന്നത്. ഒന്ന് പറഞ്ഞത് ഞാൻ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. മറ്റൊരാൾ വളരെ കൃത്യമായി പറഞ്ഞു ഞാൻ മുഴുവൻ സേവിങ്സിലിടും, എന്നിട്ട് ആ കാശ് കൊണ്ട് ഞാൻ ജീവിക്കും, അല്ലേ? മറ്റൊരാൾ പറഞ്ഞു 50% ബിൽഡിംഗ് കിട്ടും, 50% ഞാൻ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. പുള്ളി വളരെ ഡീസൻ്റ് ആയിട്ട് പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആലോചിക്കാറില്ല എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. ഈ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാത്തിടത്തോളം കാലം നമ്മളുടെ മൈൻഡ് സെറ്റ് മാറുകയില്ല എന്ന് മനസ്സിലാക്കണം. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഈ കാര്യങ്ങൾ ഇത്രയും ചെറിയ ഷിഫ്റ്റിംഗ് നടത്തുമ്പോൾ നമ്മളെ മൈൻഡ് സെറ്റ് അവിടെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എത്ര പേർക്ക് ഇത് ഗുഡ് ഐഡിയ എന്ന് തോന്നി? ഒന്ന് ടൈപ്പ് ചെയ്തേ. ഞാൻ പറഞ്ഞത് ഒരു ഐഡിയ ഗുഡ് ആണ്, നിങ്ങൾക്ക് ഒരു ഐ ഓപ്പണിംഗ് ഉണ്ടായി എന്ന് പറഞ്ഞ് ഗുഡ് പറയും, നോട്ട് ബാഡ് പറഞ്ഞു, രണ്ടും പറഞ്ഞു. ഒന്ന് ടൈപ്പ് ചെയ്തേ നോക്കട്ടെ. ഗുഡ് ബാഡ് ഐഡിയ പറഞ്ഞവരാണ് സോറി സാർ ദിസ് ഇസ് നത്തിങ്, ജസ്റ്റ് എ ബാഡ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞവർ അങ്ങനെ പോകും. ഇത് നിങ്ങൾക്ക് ഇത്തരം ഇൻഫർമേഷൻ ഒരു ക്ലാസ്സിൽ പോയാലും കിട്ടില്ല കേട്ടോ. കാരണം ഞാനും പറയില്ല, ക്ലാസ്സുകൾ എടുക്കുന്നതൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ആൾക്കാർ പോകുന്നത്. ഞാനിത് അനുഭവത്തിൽ വെളിച്ചത്തിൽ മാത്രം പറയുന്ന കാര്യമാണ്, അല്ലേ? ഗുഡ് ഐഡിയ ബാക്കിയുള്ളവർ കമൻറ്റ് ചെയ്യുന്നവരെല്ലാം കമൻറ്റ് ചെയ്തോളൂ. ഗുഡ് പറയുന്നവർ കുറേ ആൾക്കാരുണ്ട് കമൻറ്റ് ചെയ്യാതെ. നിങ്ങൾ നല്ലതാണ് നല്ലത് പറഞ്ഞു, നല്ല മോശമല്ലേ സാർ ഇതൊന്നും വലിയ കാര്യമില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. എനിവേ ദിസ് ഇസ് പ്രാക്ടിക്കലി വിജയിച്ച ഒരാളാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏത് പറഞ്ഞാലും എന്നിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ബാക്കിയുള്ളവർ ടൈപ്പ് ഫാസ്റ്റ് ടൈപ്പ് കമൺ ഓരോ എല്ലാം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അല്ലേ? അതുകൊണ്ട് ഇനി ഏറ്റവും കോമൺ ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ ഒന്ന് പറഞ്ഞു പോകാം, അല്ലേ? കോമൺ ആയിട്ടുള്ള ആൾക്കാർ സംഭവിക്കുന്നതാണ്, ഇങ്ങനെ കാശ് കിട്ടുമ്പോൾ എങ്ങനെ അടിച്ചു പൊളിക്കാമെന്ന് അവർ ആദ്യം ആലോചിക്കും. കറക്റ്റ് അല്ലേ? എങ്ങനെ അടിച്ചു പൊളിക്കാമെന്ന് ആലോചിക്കും. രണ്ടാമത് അവർ ആലോചിക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ലോട്ടറി അടിച്ചവർ ആരെങ്കിലും പണക്കാരനായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടുണ്ട്? നിങ്ങൾ ആരും കണ്ടു ലോട്ടറി അടിച്ചവൻ പണക്കാരനായവർ ആരെങ്കിലും നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞു തരാൻ പറ്റും? യെസ്, നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ യെസ്, കണ്ടവരുണ്ട് പറയാം. ലോട്ടറി അടിച്ച് പൈസക്കാരനായവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടവരുണ്ട് കണ്ടു എന്ന് പറയും. ഒന്ന് പറഞ്ഞു നോക്കട്ടെ. എൻ്റെ അറിവ് കേടാണോ എന്നറിയില്ല. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു. നോ, ലോട്ടറി അടിച്ചവരാരും പൈസക്കാരായിട്ടില്ല എന്നാണ്. 90% ആൾക്കാരില്ല. ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇല്ല എന്നുള്ളത് ആരും ഉണ്ടാവില്ല. എന്തുകൊണ്ടാ?
അപ്പൊ മണി വരാത്തതാണോ ഒരു പ്രശ്നം? മണി വരാത്തതല്ല വിഷയം. ഞാൻ വേറൊരു കാര്യം പറയാം, എന്നാൽ പിന്നെ അങ്ങനെ എടുക്കുന്ന ഒരു കാര്യം. നിങ്ങളിൽ കോടീശ്വരനല്ലാത്തവർ എന്ന് പറയാമോ? മീ എന്ന് പറയാമോ? ഞാൻ കോടീശ്വരനല്ല എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? ഇപ്പോൾ ഞാൻ കോടീശ്വരനല്ല. മൈൻഡ് കൊണ്ടല്ല, ഞാൻ റിയൽ ആയിട്ട് ചോദിച്ചു, കോമൺ ആയിട്ട് ചോദിച്ചാട്ടോ. കോമൺ ആയിട്ടുള്ള കോടീശ്വരനല്ല എന്ന് പറയുന്നവർ എത്രയാണ്? ഒന്നുമില്ല, അതിനകത്തില്ല. നിങ്ങൾ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ, ആ വിഷയമില്ല. നോർമലായിട്ടുള്ള ടോക്കാണ്, അതിന് ഇതൊന്നുമില്ല. കോടീശ്വരനല്ല എന്നുള്ളത് ഒരാളേ ഉള്ളൂ, ബാക്കി എല്ലാവരും കോടീശ്വരന്മാരാണോ? വളരെ സന്തോഷം, എല്ലാവരും കോടീശ്വരന്മാരാണ്. കോടീശ്വരന്മാരെന്ന് നിങ്ങൾ ജസ്റ്റ് അല്ലാന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു കാര്യം ചെയ്താൽ മതി. ഇപ്പോൾ ഒരു സിമ്പിളാണ്, ഞാനിങ്ങനെ പറഞ്ഞതാണ്. അത് വേറെ കൂടുതലായിട്ട് ആലോചിക്കണ്ട. നിങ്ങൾ ഇതുവരെ ഇപ്പോൾ ഒരു 30-35 വയസ്സിനപ്പുറത്തേക്ക് ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു. അതിൽ കുറവ് പ്രായം ഉള്ള ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, നിങ്ങളായാലും കുഴപ്പമില്ല. പിന്നെ കുട്ടികളൊക്കെയാണ്, കോളേജിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ പിന്നെ നിങ്ങൾക്കൊന്നും പറയാനില്ല, അത് അവിടെ ഇരിക്കട്ടെ. നിങ്ങളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യണം അതിനെ പറ്റിയിട്ട്. നിങ്ങൾ ജീവിതത്തിൽ ഇന്നേ വരെ നിങ്ങളുടെ കയ്യിലേക്ക് വന്ന പണത്തിൻ്റെ കണക്കൊന്ന് എടുക്കാൻ പറ്റുമോ? ജസ്റ്റ് നിങ്ങളുടെ ഒന്ന് എക്സസൈസ് ചെയ്ത് നോക്കാം. ഞാനിത് ഒരു ദിവസം ഇരുന്ന് ചെയ്തതാണ്. ഞാൻ പലപ്പോഴും ഭയങ്കര പണ്ട് ഒരു 5-6-7 വർഷം മുമ്പൊക്കെ എപ്പോഴും പൈസ ഉണ്ട്, പക്ഷേ എങ്കിൽ ഒന്നും നേടിയില്ല തോന്നലായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം ഇരുന്നിട്ട് ഒരു വലിയ പുസ്തകം എടുത്തിട്ട് ഞാൻ കണക്ക് നോക്കി. എൻ്റെ പണി ഞാൻ എപ്പോഴും കണക്ക് എഴുതി വെക്കും, പതിവേ എഴുതി വെക്കും. ഒന്ന് നോക്കി എത്ര കോടി എൻ്റെ ഉണ്ടായിട്ടുണ്ട് നോക്കാനായിട്ട്. വെറുതെ എഴുതി വെച്ചു. എന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുമ്പോഴേ സ്വന്തമായിട്ട് പൈസ ഏൺ ചെയ്യുന്ന ഒരാളാണ്. അതനുസരിച്ചാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഫാമിലിയിൽ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ആണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് എഴുതി വെച്ചു, വെറുതെ ഫണ്ണി ആയിട്ട് എഴുതി വെച്ച് ഞാൻ ഏകദേശം ഒരു പരിധി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, വേണ്ട, ഇനി എഴുതിയാൽ ശരിയാവില്ല. കാരണം അപ്പോഴേക്കും ഏകദേശം ഒരു 15-20 കോടി രൂപയിൽ അപ്പുറത്തേക്ക് ഞാൻ എൻ്റെ കയ്യിൽ വരികയും ചിലവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനാണ് ഒരു കോടി ഇല്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടന്നത്. അപ്പം അത് നമ്മളൊന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. പൈസ നമ്മളിൽ വരാത്തതല്ല വിഷയം, പൈസ നമ്മളിൽ കോടികൾ വന്നിട്ടുണ്ട്, അതുപോലെ പോയിട്ടുമുണ്ട്. പക്ഷെ നമ്മളിത് മനസ്സിലാക്കിയില്ല എന്ന് മാത്രമാണ് വിഷയമുള്ളൂ. ഒരു കോടീശ്വരനായാലും ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ വരും പോകും. പൈസ നിൽക്കില്ലല്ലോ, ആർക്കും അറിയാലോ പൈസ നമ്മുടെ അടുത്ത് കയ്യിൽ നിൽക്കുമോ? നിങ്ങൾ ആരെയും കയ്യിൽ കുറച്ച് പൈസ പിടിച്ച് നിൽക്കാൻ പറ്റുമോ? ഒരു ടെസ്റ്റ് നടത്തണം, സൈക്കോളജി ടെസ്റ്റ് നടത്തണം. ആർക്കൊക്കെ കൈ കാശ് വേണം? കൈ കാശ് വേണ്ടവർ ആരൊക്കെയാണെന്ന് പറഞ്ഞ്, എൻ്റെ കയ്യിൽ കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇപ്പം തരാം. വേണ്ടവരെല്ലാം റെഡിയാണോ? എല്ലാവരും റെഡിയാണോ? എന്നാൽ ഒരു ടെസ്റ്റ് നടത്താം. പൈസ കൈ വേണ്ടവരല്ല, യെസ് കമാൺ, റെഡിയാണല്ലോ? എല്ലാവരും ക്യാമറ ഓൺ ചെയ്യൂ. ആ ടെസ്റ്റും കൂടി നടത്തിയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. പിന്നെ പറഞ്ഞേക്കരുത് സാറേ കൈ കാശ് വേണ്ട ഇരിക്കുന്നു പറഞ്ഞേക്കരുത്. യെസ് വേണം, റെഡിയാണ്, ഞാനങ്ങ് തരട്ടെ. ഓക്കെ, നമുക്ക് ആ ടെസ്റ്റ് നടത്താം. എല്ലാവരും കണ്ണുകൾ നടക്കുക. ഇത് മിറാക്കിളല്ല കേട്ടോ, ഇത് ഒരു തമാശയാണ്. കണ്ണടക്കുക, ശരിക്കും ശ്വാസത്തിലൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരു 5 ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ശരീരം ഒന്ന് മനസ്സൊന്ന് കാമാവട്ടെ. എല്ലാവരും കണ്ണുകൾ അടക്കുക, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, നന്നായിട്ടിരിക്കുക. കണ്ണുകൾ നടക്കുക, ബ്രീത്തിങ് കോൺസെൻട്രേറ്റ് ചെയ്യുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. സ്ലോലി 5 തവണ നിങ്ങൾ തന്നെ നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ കൈ രണ്ടും ഇങ്ങനെ നീട്ടുക മുന്നോട്ട്. നിങ്ങൾക്ക് പൈസ വാങ്ങിക്കാനായിട്ട് 2 കൈ നീട്ടുക. 2 കൈയിൽ നിറയാണ് കിട്ടുന്നത്. നിർത്തുക, കൈ നീട്ടി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ബ്രീത്ത് ഇൻ. നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ 1 കോടി രൂപ കെട്ടായിട്ട്, പൈസയുടെ കെട്ടായിട്ട് 1 കോടി രൂപയുടെ 25 കെട്ടുകൾ തരികയാണ്. 25 കെട്ടുകൾ, ഏകദേശം 2.5 കിലോ ഭാരമുള്ള പൈസ നിങ്ങളുടെ കയ്യിൽ തരികയാണ്. നിങ്ങളുടെ കയ്യിൽ വന്നിരിക്കുന്നു. നിങ്ങൾ ആ പൈസ ഞാൻ നിങ്ങളുടെ കയ്യിൽ വെക്കുമ്പോൾ നിങ്ങളുടെ കൈ ഒന്ന് ഇച്ചിരി താഴോട്ട് താണിരിക്കുന്നു, വെയിറ്റ് കൊണ്ട്. 2.5 കിലോ വെയിറ്റ് നിങ്ങളെ കൊണ്ട് കയ്യിൽ കാശ് വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളിവിടെ തന്നെ നിൽക്കുന്നു. ഇപ്പം നിങ്ങളുടെ മനസ്സും അങ്ങ് സന്തോഷത്തോടെ നിങ്ങൾ നിൽക്കുകയാണ്. ഭയങ്കര പുഞ്ചിരിയാണ് നിങ്ങൾക്ക്. കയ്യിൽ ഇത്രയും കാശുണ്ട്. ആഹാ, എന്തൊരാനന്ദം! 1 കോടി രൂപ ദേ എൻ്റെ കയ്യിൽ കിടക്കണോ അല്ലേ? എല്ലാവരും ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, 1 കോടി രൂപ ഫീൽ ചെയ്യുന്നുണ്ട്. യെസ് യെസ് യെസ്, നല്ല വെയിറ്റ് ഉണ്ട് കയ്യിൽ. 2.5 കിലോ വെയിറ്റ് ആണുള്ളത്. കയ്യിൽ എവിടെയും സപ്പോർട്ടില്ല, കൈ ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, ഞാൻ ആസ്വദിക്കുകയാണ്. എൻ്റെ കയ്യിൽ 2.5 കോടി രൂപ ആസ്വദിക്കുകയാണ്.
എന്തോ എൻ്റെ കൈയുടെ മണിക്കണ്ടത്തിൽ, കൈയുടെ വിരലിൻ്റെ കൈപ്പത്തി ജോയിൻ ചെയ്യുന്നിടത്ത് ജോയിൻറ്റിൽ ഒരു ചെറിയൊരു വിമ്മിഷ്ടം, ഒരു ചെറിയ ഭാരക്കൂടുതൽ ഞാൻ അനുഭവിക്കുന്നു. ഇപ്പോൾ എൻ്റെ കൈയുടെ ജോയിൻറ്റിൽ എന്തോ ഒരു ചെറിയൊരു ഭാരക്കൂടുതൽ ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ കയ്യിലുള്ള കാഴ്ച ആലോചിച്ച് ഞാൻ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് നല്ല സന്തോഷമുണ്ട്. പക്ഷേ കൈയുടെ ജോയിൻറ്റ് പതുക്കെ വേദനയിലേക്ക് മാറുന്നതായിട്ട് എനിക്കറിയാൻ പറ്റും. കയ്യിലെ എല്ലാ ജോയിൻറ്റുകളും വേദനയിലേക്ക് പോകുന്നു. 2.5 കിലോൻ്റെ ഭാരം എന്നെ അലട്ടാൻ പതുക്കെ തുടങ്ങിയിരിക്കുന്നു. അനുഭവിക്കുന്നുണ്ടല്ലോ നിങ്ങളല്ലേ? എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിലും ഉണ്ട് 2.5 കിലോ വെയിറ്റുള്ള 1 കോടി രൂപ കയ്യിൽ പതുക്കെ. ഇപ്പോൾ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ബുദ്ധി നമ്മോട് പറയുന്നു, ആ കാശ് എവിടെയെങ്കിലും ഒന്ന് വെച്ചൂടെ? എൻ്റെ കയ്യിൽ കിട്ടിയതല്ല, നിൻ്റെ കൈ പിടിച്ചിരിക്കണോ? എവിടെയെങ്കിലും ഒന്ന് വെച്ചൂടെ? മനസ്സ് വല്ലാതെ വന്നിരിക്കുന്നു, നീ കാശ് അങ്ങ് ഇറക്കി വെക്കൂ, എന്തായാലും നമുക്ക് കിട്ടിയതാണല്ലോ, കൈ പിടിച്ച് നിൽക്കണോ? ഇനിയിപ്പോൾ ചിന്തകൾ പതുക്കെ വരാൻ തുടങ്ങി. കയ്യിൽ ഇരിക്കുന്ന കാശ് ഞാൻ കണ്ണടച്ചിരിക്കുകയാണ്. സാറ് വന്നിട്ട് അതിൽ നിന്ന് 2 കെട്ടെടുത്തിട്ട് പോയാലോ ഞാൻ കാണില്ല. അടുത്തിരിക്കുന്ന ആള് 1 കെട്ടെടുത്ത് പോയാലും ഞാൻ അറിയില്ല. കാരണം എനിക്ക് ഭാരക്കൂടുതലുണ്ട്. എൻ്റെ ശ്രദ്ധ മുഴുവൻ എൻ്റെ ഭാരക്കൂടലിലാണ്. കൈയുടെ കടച്ചിലിനെ പറ്റി ഞാൻ ശ്രദ്ധിക്കുന്നു. കൈയുടെ ജോയിൻ്റ് കടച്ചിൽ നിൽക്കുന്നു. ഷോൾഡറിൽ ചെറിയൊരു വേദന എനിക്ക് അനുഭവിക്കുന്നു. ഞാൻ ശ്രദ്ധിക്കുന്നതിലാണ്. കാശെടുത്തിട്ട് ആരെങ്കിലും പോയാൽ എൻ്റെ 1 കോടി രൂപയിൽ നിന്നും 10 ലക്ഷം നഷ്ടപ്പെടും. എങ്ങനെയും ഇറക്കി വെച്ചാലോ? കൈ വേദനിക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ തൽക്കാലം ഈ കാശ് ഇറക്കി വെക്കുകയാണ്. നമ്മൾ കൈ വേദനിക്കുന്നതുകൊണ്ട് നമ്മൾ ആ കൈ ഇറക്കി വെച്ചു, താഴെ ടേബിളിൽ വെച്ചിരിക്കുന്നു. അതിന് കൈയൊക്കെ നമ്മളൊന്ന് കുടയുകയാണോ? റിലാക്സ്. തിരിച്ചു വരൂ. കാശ് കിട്ടിയാൽ നിങ്ങൾക്ക് വേദനയാണോ ഉണ്ടായത്, സന്തോഷമാണോ ഉണ്ടായത്? മറുപടി പറയൂ, ടൈപ്പ് ചെയ്യൂ. പെയിൻ ആണ് ഉണ്ടായവർ യെസ് എന്ന് പറയൂ, പെയിൻ വരാത്തവർ നോ എന്ന് പറയൂ. കാശ് കൈ പിടിച്ചപ്പോൾ പെയിൻ വന്നവർ യെസ് എന്ന് പറയൂ. കാശ് കൈ പിടിച്ചപ്പോൾ വേദന വരാത്തവരാണ് നോ, അല്ലേ? യെസ് ഇല്ല. നിങ്ങൾ നോ പറഞ്ഞവരോട് എല്ലാവരും ഞാൻ തിരുത്തും. 2.5 കിലോ മണി കൈ പിടിച്ചിട്ട് നിങ്ങൾക്ക് മണിക്കൂർ നിൽക്കാൻ പറ്റില്ല, ആർക്കും പറ്റില്ല. നോ അല്ല, യെസ് തന്നെയാണ്. നിങ്ങൾ കൈ വേദനിച്ചു, അത് പറയുന്നത് ചിലപ്പോൾ സാറ് അതിനെ മറ്റൊരു രൂപത്തിൽ കൊണ്ടുപോകുമോ എന്നുള്ള പേടി കൊണ്ടാണ് നിങ്ങൾ നോ പറഞ്ഞത്. ഞാനിത് പറഞ്ഞു, ഇതൊരു ഫണ്ണിയാണ്. അങ്ങനെ കൈ കാശ് വെച്ച് നിൽക്കാൻ ആർക്കും പറ്റില്ല. ഇതല്ല മൈൻഡ് സെറ്റ്. ഇതും അതും തമ്മിൽ വ്യത്യാസമാണ്. മൈൻഡ് സെറ്റ് അവിടെയല്ല. നിങ്ങൾ മൈൻഡ് സെറ്റാണ് വേണ്ടത്. നിങ്ങൾ കൈ പിടിക്കാൻ നിൽക്കരുത്. പൈസ കൈ നിൽക്കില്ല. പൈസ കയ്യിൽ നിൽക്കേണ്ട സാധനവുമല്ല. ഞാൻ അത് പറയാൻ വേണ്ടിയിട്ട് അത്രയും ചെയ്തത്. പൈസ കയ്യിൽ നിൽക്കേണ്ട സാധനമല്ല. പൈസ മനസ്സിൽ അനുഭവിക്കേണ്ട സാധനമാണ്. മൈൻഡിലാണ് പൈസ വേണ്ടത്, കയ്യിലല്ല വേണ്ടത്. എന്തുകൊണ്ടാണ് കള്ളപ്പണം പുഴുത്തി വ്യക്തി എന്നൊക്കെ പറഞ്ഞ് വലിയ കേസ് ഉണ്ടാക്കുന്നത്? കാശ് കൈ വെച്ചാൽ ഒരു ഗുണമില്ലാത്ത സാധനമാണ്. കാശിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷെ അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിലാണ് ആ പൈസ ഉണ്ടാവേണ്ടത്, അല്ലേ? ആം ഐ റൈറ്റ്? അല്ലേ? ഞാൻ പറഞ്ഞ റൈറ്റ് അല്ലേ? എസ് നോ പറഞ്ഞേ. ഞാൻ പറഞ്ഞ റൈറ്റ് അല്ലേ? പൈസ ഉണ്ടാകുന്ന കയ്യിലാണോ എവിടെയും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാണോ ചെയ്യേണ്ടത്? എന്നിട്ട് എവിടെയാണ് പൈസ ഫീൽ ചെയ്യേണ്ടത്? നമ്മുടെ മൈൻഡിലാണ് പൈസ ഫീൽ ചെയ്യേണ്ടത്, ആണല്ലോ? അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മൾ പൈസ ഇല്ലാന്ന് ഫീൽ ചെയ്യുന്നത് എവിടെയാണ്? വീണ്ടും നമ്മുടെ മനസ്സിൽ തന്നെയാണ് ആ ഫീലിങ്സ് ഉള്ളത്, അല്ലേ? അതിനെയാണ് നമ്മൾ മാറ്റേണ്ടത്. കാര്യം ക്ലിയർ ആയല്ലോ? നമ്മൾ മാറ്റേണ്ടത് എവിടെയാണ്? പൈസ ഇല്ല എന്നുള്ള നമ്മുടെ തോന്നലിനെയാണ് നമ്മൾ മാറ്റേണ്ടത്. കിട്ടിയാൽ നമുക്കത് കൈ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് എവിടെയെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോഴും അത് അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഇല്ലാത്ത എന്താണ്? നമ്മളുടെ തോന്നലാണ്, നമ്മളുടെ മനസ്സിലുള്ള ആ ഒരു ഫീലിങ്സ് ആണ് ഇല്ലാത്തത്. ഈ ഫീലിങ്സ് നമ്മൾ കൊണ്ടുവന്ന പോരെ? അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം പൈസ വന്നു പോവില്ലേ? ഇതിനെയാണ് പറയുന്നത് അബൻഡൻസ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന സാധനം. ഇതാണ് അബൻഡൻസ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഈ പ്രകൃതിയിൽ എല്ലാം പൂർണ്ണമായി ഉണ്ട്. എനിക്ക് ആവശ്യമുള്ള സമയത്ത് അത് ലഭിക്കും, ഞാനത് ഉപയോഗിക്കും എന്നുള്ള ഒരു തോട്ട്സ് എപ്പോഴാണോ നമുക്ക് വരുന്നത്, ആ തോട്ട്സിനെയാണ് പറയുന്നത് അബൻഡൻസ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഈ മൈൻഡ് സെറ്റ് നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിങ്ങനെയാണ്. അബൻഡൻസ് നിർവചനം ഞാൻ ഒന്ന് കൃത്യമായി പറഞ്ഞു തരാം. An abundance mindset is the belief that there is enough wealth, happiness and success in the world for everyone. എല്ലാവർക്കും വേണ്ടി ഇവിടെ
വെൽത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഹാപ്പിനെസ് ഇവിടെ ഉണ്ട്, സക്സസ് ഇവിടെ ഉണ്ട്. പക്ഷെ ഇത് അനുഭവിക്കാൻ ഇറ്റ് ഈസ് എൻ പെർസ്പെക്റ്റീവ് ദാറ്റ് വ്യൂസ് ലൈഫ് പോസിബിലിറ്റീസ് ആർ ലിമിറ്റ്ലെസ്. അതിൻ്റെ ലൈഫിൻ്റെ പോസിബിലിറ്റി ലിമിറ്റ്ലെസ് ആണ്. എൻകറേജിങ് അസ് ടു അപ്രോച്ച് സിറ്റുവേഷൻ ആൻഡ് ചലഞ്ചസ് വിത്ത് ഒപ്റ്റിമിസം ആൻഡ് ജനറോസിറ്റി. ഈ ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇവിടെയാണ് നമ്മൾ പെട്ടുപോകുന്നത്. നമ്മൾ ഇല്ലായ്മ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട്, സ്കാർസിറ്റിയെ മാത്രം ആലോചിച്ചുകൊണ്ട് അബൻഡൻസ് മൈൻഡ് സെറ്റിനെ നമ്മൾ ചിന്തിക്കാത്തതാണ് നമ്മളെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. ഇത് മാത്രം മാറ്റിയാൽ മതി. ക്ലിയർ? മാറ്റമുണ്ടാവേണ്ടത് ഇതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ക്ലാസ്സിൽ പറയുന്നത്, മൈൻഡ് സെറ്റ്, ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് ടു ബിക്കം വാട്ട് യു വാണ്ട് ടു ബിക്കം. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളായി മാറും. പിന്നെ അതൊക്കെ നമ്മളിലേക്ക് വരും. ഞാൻ പറഞ്ഞില്ലേ, നദി അവിടെ ഒഴുകുന്നുണ്ട്, നമ്മൾ ചാല് വെട്ടിയാൽ മാത്രം മതി, അതിലേക്ക് വന്നോളൂ. പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യണ്ട. നമ്മൾ ചാല് വെട്ടാതെ നദി നോക്കിയിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞാൽ നടക്കുമോ? ചാലാണ് വെട്ടേണ്ടത്. അതിന് കടന്നു വരാനുള്ള ചാലകമായി നമ്മളെ മാറ്റണം. ഇതിന് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് എന്താണ്? മണി മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ്. മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ഒരു കോഴ്സ് തന്നെ നമ്മൾ ഇതിനു വേണ്ടി ബിൽഡ് ചെയ്തിരിക്കുന്നു. അതിൽ ചെയ്യുന്നത് മണിയുടെ മൈൻഡ് സെറ്റ് മാറ്റുക മാത്രമാണ്. ദ വെൽത്തി മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാണ് നമ്മൾ അതിലൂടെ ചെയ്യുന്നത്. അത് നോർമൽ ഒരു കോഴ്സേ അല്ല, നിങ്ങൾ സാധാരണ തിയറി പഠിക്കുന്ന പോലെ പഠിച്ചു പോകുന്ന ഒരു കോഴ്സേ അല്ല. അതിൽ ഓരോന്നും പ്രാക്ടീസാണ്. ഇതുപോലെ പ്രാക്ടീസ് ചെയ്തെടുക്കും. അങ്ങനെ ഏത് ചെയ്യരുത് എന്നും ഏത് ചെയ്യണം എന്നുള്ള പ്രാക്ടീസാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറേ തിയറി വന്ന് പഠിപ്പിച്ചു പോയിട്ട് ഇന്നതാണ് തിയറി എന്നൊന്നും പഠിപ്പിച്ച് തന്നിട്ട് കുറേ ബ്രെയിൻ സ്ട്രോമിങ് നടത്തുകയല്ല ചെയ്യുന്ന, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ നിങ്ങളിൽ 10 ലക്ഷം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ 1 കോടി ആക്കാം? ദ പ്ലാൻ, വിൽ ഡിസ്കസ് ദ പ്ലാൻ ആൻഡ് എക്സിക്യൂട്ട് ദ പ്ലാൻ. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മൾ മൈൻഡ് സെറ്റ് ഗ്രോത്ത് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമുക്ക് ഏതൊക്കെ ആവാം, ഏതൊക്കെ പാടില്ല, എന്തൊക്കെ നമ്മൾ ചെയ്യണം, എന്തൊക്കെ നമ്മൾ ചെയ്യരുത് എന്നുള്ള കൃത്യമായ പ്ലാനാണ്. അത് മെഡിറ്റേഷൻ്റെ എന്തുകൊണ്ട് മണിക്ക് വേണ്ടി മെഡിറ്റേഷൻ ചെയ്യണം, എന്തുകൊണ്ട് മണിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണം, എന്തുകൊണ്ട് മണിക്ക് നന്ദി പ്രകടിപ്പിക്കണം, എങ്ങനെയായിരിക്കണം നമ്മളൊരു പൈസ കൊടുക്കുമ്പോൾ കൊടുക്കേണ്ടത്, എങ്ങനെയായിരിക്കണം നമ്മളൊരു കാശ് കിട്ടുമ്പോൾ സ്വീകരിക്കേണ്ടത്, ഏതൊക്കെ നമ്പറുകളാണ് നിങ്ങൾക്ക് ലക്കി നമ്പറുകളായി മാറുന്നത്, ഏതൊക്കെ സമയത്താണ് നിങ്ങൾ കാശുമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് മണിയെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങുക, അതിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രക്രിയ എന്തൊക്കെയാണ്. നമ്മൾ സാധനാകർമ്മങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്തൊക്കെയാണ് നമ്മൾ സാധനാകർമ്മങ്ങൾ മണിയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്? പണ്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ കുബേരനെ പൂജിക്കുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, കണ്ടിട്ടുണ്ടാവും. ഹിന്ദുക്കൾക്കൊക്കെ പൊതുവെ ചെയ്യുന്ന ഒരു കാര്യമാണ്. കുബേരൻ്റെ ഒരു ഫോട്ടോ ഒക്കെ മേടിച്ച് വീട്ടിൽ വെക്കും. ഇതൊക്കെ വേറൊന്നുമല്ല, ഇതൊരു മണി മൈൻഡ് സെറ്റിൻ്റെ കാര്യമാണ്. ഞാൻ അത്തരം കാര്യങ്ങൾക്കല്ല പോകുന്നുണ്ട്. ഞാനിതൊക്കെ ക്വാണ്ടം ഫിസിക്സിലും ഇതിലൊക്കെ വെച്ച് ന്യൂറോളജിയൊക്കെ വെച്ചിട്ടുള്ള ഒരു കണക്ക് മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞ മതപരമായിട്ട് വിശ്വാസങ്ങളും, അത് മതപരം എന്ന് പറയാൻ പറ്റില്ല, സാംസ്കാരികപരമായ വിശ്വാസങ്ങളും അതൊക്കെ അവിടെ ഉണ്ട്. അതൊന്നും നമ്മൾ മാറ്റാൻ ഒന്നും പറയുന്നില്ല. അതൊക്കെ ഓരോ ആളുടെ കൾച്ചർ, അതിനൊക്കെ ഒരു എന്താ പറയുക, ഒരു സയൻസ് ഉണ്ട് അതിലൊക്കെ. ആ സയൻസ് മനസ്സിലാക്കുക, അതിനനുസരിച്ച് മാറുക. ഇതാണ് മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന കോഴ്സ്. വരാനിരിക്കുന്ന കോഴ്സേ ഉള്ളൂ. തുടങ്ങുക നമ്മൾ ഇൻഡിവിജ്വൽ മാത്രമേ കൊടുക്കുന്നു, മെൻറ്റർഷിപ്പ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കോഴ്സായിട്ട് വരുന്നുണ്ട്. വളരെ പവർഫുള്ളാണ്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അറിയിക്കാം. വളരെ ലിമിറ്റഡ് ആൾക്കാരെ എടുക്കുള്ളൂ, എന്നിട്ട് വളരെ സെലക്റ്റീവ് ആൾക്കാരെ മാത്രമേ എടുക്കുള്ളൂ. നിങ്ങൾ താല്പര്യമുള്ളവർ ഇങ്ങനെ മാറണം, എനിക്ക് ഉണ്ടാവണമെന്ന് എല്ലാ കാര്യത്തിലും വെൽത്തൊക്കെ ഉള്ള ആൾക്ക്, വെൽത്ത് മൈൻഡ് സെറ്റ് ഉള്ളവർ മാത്രം അതിന് അപ്ലൈ ചെയ്യുക. അത് അപ്ലൈ ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ. പബ്ലിക്കായിട്ട് അങ്ങനെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അറിയാൻ. കാരണം അതിന് കുറച്ച് പ്രോസസ്സുകളുണ്ട്, കുറച്ച് സാധനാകർമ്മങ്ങളുണ്ട്. പക്ഷേ 100% റിസൾട്ട് ഉറപ്പാണ്. ഇതാണ് ഈ കോഴ്സിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? നമ്മൾ മാറ്റം വരുത്തേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇത്രയും പോരെ? ഇന്ന് കൂടുതൽ വേണം? ഞാനെല്ലാം എപ്പോഴും നിങ്ങളോട് ചോദിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ കിട്ടിയാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇത് മതി തോന്നുന്നല്ലേ? ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു പോകാം. കഴിഞ്ഞ 4 ദിവസമായി പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകളൊന്നും ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പെട്ടെന്ന് പറയാൻ പറ്റുമോ? സാറേ 4 ദിവസം പഠിച്ചു നിന്ന പോയിന്റുകളാണ്. അറിയാൻ പറ്റുന്നവരാരാളെ? നല്ല കുട്ടികൾ, സ്മാർട്ട് കുട്ടികൾ ആരാ ക്ലാസ്സിൽ നോക്കട്ടെ? ഫാസ്റ്റായിട്ട് അൺമ്യൂട്ട് ചെയ്യും. ആരുമില്ല. വിജയത്തിനായിട്ടുള്ള ആഗമനം, ആഗ്രഹം, പിന്നെ ഇമാജിനേഷൻ ചെയ്യുക, പിന്നെ ഇന്നലത്തെ ക്ലാസ്സിലെ വിശ്വാസങ്ങൾ സൃഷ്ടിക്കുക. അത്രേ എനിക്ക് അറിയിച്ചുള്ളൂ. അത്രേ പറഞ്ഞിട്ടുള്ളൂ.
3 ക്ലാസ്സല്ലേ പറഞ്ഞുള്ളൂ, അത്രേ എനിക്കറിയത്തുള്ളൂ. ഫുൾ ടൈം ക്ലാസ്സിൽ ഇരുന്ന ആളാണോ അങ്ങനെ പറയുന്നത്? ഇന്നലെ ഞാൻ കയറിയില്ല, സാറിന്റെ യൂട്യൂബ് കണ്ടതാ. കറക്റ്റാണല്ലോ, ഇന്നലെ ഇത് തന്നെ പറഞ്ഞത്. ഓക്കെ, അത്രയും മതിയല്ലോ. ഇത് ഓരോന്നും വെക്കുക, അടിപൊളിയായിട്ട് പോക്കാം. ഇനി എന്താണ് നിങ്ങൾക്ക് പോരെ? എത്രയും മതിയല്ലോ. പ്രജിത്ത് പറഞ്ഞു. സാർ എത്ര ടൈപ്പ് മൈൻഡ് സെറ്റ് ഉണ്ടെന്ന് ചോദിച്ചിട്ട് അതിന് ആൻസർ പറഞ്ഞില്ല സാർ. എത്ര സെറ്റ് മൈൻഡ് സെറ്റ് ഉണ്ടെന്ന് ആൻസർ വേണം അല്ലേ? ആ. ടൈപ്പ് ഓഫ് മൈൻഡ് സെറ്റ് പൊതുവെ പറയുന്നത് ഏകദേശം നമ്മൾ ഉപയോഗിക്കുന്ന 20-ൽ പരം മൈൻഡ് സെറ്റുകളുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ള ശരിക്കും പറഞ്ഞാൽ 3 മൈൻഡ് സെറ്റാണ് പ്രത്യേകിച്ചുള്ളത്. അതിൻ്റെ ഭേദഗതികളാണ് മറ്റെല്ലാം. ഒന്നാമത്തെ മൈൻഡ് സെറ്റ് ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അത് പൊതുവെ ഇപ്പോൾ അങ്ങനെ പ്രചാരത്തിലില്ലാത്ത ഒരു മൈൻഡ് സെറ്റാണ്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഏറ്റവും കൂടുതൽ രണ്ടിനെ പറ്റി ഇപ്പോൾ സംസാരിക്കുന്നുള്ളൂ, ഗ്രോത്തും ഫിക്സഡും. പക്ഷേ നമ്മൾ നോർമലി മൈൻഡ് സെറ്റുകൾ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മൈൻഡ് സെറ്റാണ് പോസിറ്റീവ് മൈൻഡ് സെറ്റ്, ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ്, അബൻഡൻസ് മൈൻഡ് സെറ്റ്, എൻ്റർപ്രണർ മൈൻഡ് സെറ്റ്, സ്കാരിസിറ്റി മൈൻഡ് സെറ്റ്, നെഗറ്റീവ് മൈൻഡ് സെറ്റ്, പിന്നെ മൈൻഡ്ഫുൾനെസ് മൈൻഡ് സെറ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് മൈൻഡ് സെറ്റ്. ഡ്രീമർ മൈൻഡ് സെറ്റ്, പിന്നെ ചലഞ്ചർ മൈൻഡ് സെറ്റ്. പക്ഷെ ഇതൊക്കെ ഈ ഗ്രോത്തിൻ്റെയും ഫിക്സഡിൻ്റെയും ഭാവഭേദങ്ങൾ മാത്രമാണ്. ഫിക്സഡിലുള്ള ആൾക്കാർക്ക് ഉള്ള പ്രത്യേകത അറിയാമല്ലോ. ഫിക്സഡ് മൈൻഡ് സെറ്റിലുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ നമ്മൾ ഇത്തരം ക്ലാസ്സുകളിൽ വന്നിരിക്കില്ല. നിങ്ങളെല്ലാം ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ളവരാണ്. ലേണേഴ്സ് മൈൻഡ് സെറ്റ് എന്നൊക്കെ പറയും. ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ളവർ മാത്രമേ ഇത്തരം ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുകയുള്ളൂ, ഇത്തരം വീഡിയോസ് എല്ലാം കാണുകയുള്ളൂ. കാരണം ഗ്രോത്ത് മൈൻഡ് സെറ്റ് മാത്രം അവർ നിരന്തരമായി പുതിയത് പഠിക്കാനും അറിയാനും ആഗ്രഹിക്കുന്നവരാണ്. അവർ ഉയരാൻ തയ്യാറാകുന്നവരാണ്. അവർക്ക് ഉയർച്ച സംഭവിക്കുക തന്നെ ചെയ്യും. ഫിക്സഡ് മൈൻഡ് സെറ്റ് ചെയ്ത ആൾക്കാർ ഇടയ്ക്ക് വിചാരിക്കും ഒരു മാറ്റം ഉണ്ടാവണമല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ വരും. അപ്പോൾ അവർ വിചാരിക്കും ഇതൊക്കെ എനിക്കറിയുന്ന കാര്യമല്ലേ, എനിക്കറിയാത്ത ഇപ്പം എന്താ ഉള്ളത് എന്ന് തോന്നി അവർ തിരിച്ചു പോകും. വീണ്ടും അവർ ജീവിതത്തിൽ അങ്ങനെ തന്നെ കിടക്കും. അവർ റീഡിങ് ഹാബിറ്റ്സുകളോ ലേണിംഗ് ഹാബിറ്റ്സുകളോ ഒന്നുമില്ല. അവർ ഒരു കാര്യം പഠിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് കൊല്ലുന്നതിന് തുല്യമാണ്. അപ്പോൾ അവർ പറയുന്ന ഉദാഹരണം ഇതൊക്കെ എനിക്കറിയാമല്ലോ എന്തിനാപ്പോൾ പഠിക്കുന്നതെന്ന് പറയുന്ന ഒരു ടൈപ്പ് മൈൻഡ് സെറ്റുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ കാണാം അത്തരം ആൾക്കാരെയൊക്കെ. അപ്പോൾ ഇത്രയുമാണ് നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മൈൻഡ് സെറ്റിനെ പറ്റി ഞാൻ ഒരു ദിവസം ഒരു ക്ലാസ് തന്നെ എടുക്കാം, പൂർണ്ണമായിട്ട് ഒരു ക്ലാസ് എടുക്കാം. എത്ര ടൈപ്പ് മൈൻഡ് സെറ്റ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, അബൻഡൻസ് മൈൻഡ് സെറ്റും സ്കാരിസിറ്റി മൈൻഡ് സെറ്റൊക്കെ ഞാൻ കൃത്യമായിട്ട് എടുക്കാം. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. നമുക്ക് ടെസ്റ്റ് നടത്താം, നിങ്ങൾ ഏത് മൈൻഡ് സെറ്റ് ആണെന്നുള്ള ടെസ്റ്റ് നടത്താം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? സാറേ നമസ്കാരം, ഞാൻ ശ്രീജിത്ത. സാറേ 100% നമ്മൾ അത് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പലരും അത് റോങ് ആയ ഫീൽഡിലല്ലേ സാറേ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? സാറേ അതിനകത്തുള്ള വിഷയം എന്ന് വെച്ചാൽ അതൊരു വലിയൊരു ചോദ്യമാണ്. പക്ഷെ ഞാനതിനകത്ത് ഒറ്റയടിക്ക് ഉത്തരം പറയാതിരിക്കുന്നതാണ് ഉചിതം. ഒരാളും റോങ് ആണെന്ന് കരുതി ഇൻവെസ്റ്റ് ചെയ്യില്ല. അവരെ സംബന്ധിച്ച് അവരുടെ അനുഭവം അനുസരിച്ച് അവർ ശരിയെന്ന് തോന്നിയിട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അവരുടെ അറിവും അവരെ പറഞ്ഞ് പഠിപ്പിച്ച ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റും കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത് തന്നെ ഞാൻ പറഞ്ഞത്, നമുക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റാണ് ഉള്ളതെങ്കിൽ നമ്മൾ അതിന് ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും അതിനെപ്പറ്റി പഠിക്കും, അതിൻ്റെ വരായികളെ പറ്റി ചിന്തിക്കും. എന്ന് വെച്ചാൽ 100% എല്ലാവർക്കും പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല. പക്ഷെ അവൻ അതിനെ സെക്യൂർ ആക്കാനായിട്ട് അതിൻ്റെ എല്ലാ നടപടികളും അവൻ ചെയ്യും. ഇപ്പം അത് പൊതുവെ സംഭവിക്കുന്നത്, ആരാണ് ഈ ചതിക്കുഴിയിൽ പോയി വീഴുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണക്കാരൻ എവിടെയെങ്കിലും പോയി ചതിക്കുഴിയിൽ വീഴാറുണ്ടോ? പാവപ്പെട്ടവനല്ലേ പോയി വീഴാറുള്ളൂ. പണക്കാരൻ വീഴില്ല. കാരണം എന്താണ്? അവന്റെ മൈൻഡ് സെറ്റ് ഓൾറെഡി റിച്ച് മൈൻഡ് സെറ്റാണ്. അവനത് കാണുമ്പോൾ അറിയാം ഇത് നല്ലതാണോ മോശമാണെന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞില്ല എന്നോട്, നമ്മൾ നടന്നു പോകുമ്പോൾ 2 വഴികൾ, ഒന്ന് താഴത്തു കൂടിയും ഒന്ന് മുകളിലെ കൂടിയുള്ള വഴിയുണ്ട്. 2 വഴിയുണ്ട്. ഈ മുകളിലെ കൂടി നടക്കുന്നവൻ താഴെ നടക്കുന്ന എല്ലാ കുഴികളും ചളികളും എല്ലാം അവന് കാണാൻ പറ്റും. പക്ഷെ നേരെ നോർമലി നടക്കുന്നവനോ അവൻ തൊട്ട് മുമ്പ് മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലേ? ഇതുകൊണ്ടാണ് ഈ സമൂഹത്തിലെ മിഡിൽ ക്ലാസ്സിനെയും ബിലോ മിഡിൽ ക്ലാസ്സിനെയും പറ്റിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പർ ക്ലാസ്സിനെ പറ്റിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് ഓൾറെഡി അതിനേക്കാളും വലിയ എനർജിയാണ് അവർക്കുള്ളത്. അപ്പോൾ നമ്മളിൽ 1 കോടി വന്നു എങ്കിൽ വെറുതെ വരുന്നതല്ലല്ലോ, വെറുതെ കിട്ടിയപ്പോൾ. അതുകൊണ്ട് ലോട്ടറിക്കാരൻ സംഭവിക്കാത്ത എന്തുകൊണ്ടാണ്? അവൻ കൊണ്ടുപോയി കൊടുത്തിടത്തൊക്കെ നഷ്ടപ്പെടും പൈസ. അവൻ്റെ മൈൻഡ് സെറ്റ് അതല്ലാത്തതുകൊണ്ട്.
നമ്മളിൽ നല്ല മൈൻഡ് സെറ്റിലൂടെ വന്ന പൈസയാണെങ്കിൽ ഇപ്പൊ ശ്രീജിത്ത് സാറിന്റെ കയ്യിലുള്ള ഏൺ ചെയ്ത നല്ല മൈൻഡ് സെറ്റിലുണ്ട് കാശ് ശ്രീജിത്ത് സാർ കൊണ്ടിട്ട് എവിടെയെങ്കിലും ഒന്നും അറിയാതെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ 50% ബിൽഡിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞതിന്റെ കാര്യം എനിക്ക് കാണുന്ന കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം 50%. സാർ ബിൽഡിംഗ് ആൾസോ ഇൻ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ നിങ്ങളെ സംബന്ധിച്ച്? അത് എവിടെ അതെനിക്ക് റിട്ടേൺ വരും. അല്ല മറ്റതും വരും. എവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ റിട്ടേൺ വരും. റിട്ടേൺ വരാത്ത ഇൻവെസ്റ്റ്മെന്റ് വിളിക്കില്ല. എവിടെയാണോ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ദ പ്രോസസ് ഈസ് ദർ വേർ യു ഏൺ ദ മണി, റിട്ടേൺ കിട്ടുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ബിൽഡിംഗ് ആയാലും മറ്റേ സ്റ്റോക്ക് മാർക്കറ്റിൽ എവിടെ ആയിക്കഴിഞ്ഞാലും ഇൻവെസ്റ്റ്മെന്റിന് റിട്ടേൺ കിട്ടണം, അല്ലാതെ ഇൻവെസ്റ്റ്മെന്റ് അല്ല. അതുകൊണ്ടല്ലേ സ്റ്റോക്ക് മാർക്കറ്റിംഗിൽ ഇൻവെസ്റ്റ് അല്ല ചെയ്യുന്നത്, നിങ്ങൾ ബൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ട് ടേംസ് വ്യത്യാസമുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് പൈസ ഇടുമ്പോൾ യു ആർ ബൈയിങ് സംതിങ് എന്ന് പറയാം. യു ആർ ഇൻവെസ്റ്റിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് ആരും പറയാറില്ല. യു ഇൻവെസ്റ്റ് ഇൻ മ്യൂച്വൽ ഫണ്ട്, അവിടെ നിങ്ങൾ വാങ്ങിക്കുന്നില്ല, ഇൻവെസ്റ്റ് ചെയ്യാണ്. യു ഇൻവെസ്റ്റ് ഇൻ ദ ബാങ്ക്, യു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു ഇൻവെസ്റ്റ് ആണ്. അതിൽ നിങ്ങൾക്ക് കൃത്യമായ തുക തിരിച്ച് റിട്ടേൺ കിട്ടും. ബിസിനസ് റിട്ടേൺ കിട്ടുന്ന ബിസിനസ് റിട്ടേൺ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. രണ്ട് കാര്യമാണ്. നമ്മളിപ്പോൾ പ്രോപ്പർട്ടി വാങ്ങിക്കുക, ഒരു വീട് വാങ്ങിക്കുക, ഇസ് ഇറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓർ എൻ എക്സ്പെൻസ്? ഒരു വീട് നമ്മളെ സംബന്ധിച്ച് ഇൻവെസ്റ്റ്മെന്റ് ആണോ എക്സ്പെൻസ് ആണോ? ഇൻവെസ്റ്റ്മെന്റ്. നോ, ഇറ്റ്സ് എൻ എക്സ്പെൻസ്. വീട്ടിൽ എപ്പോഴും അങ്ങോട്ട് പോവുകയുള്ളൂ, പൈസ ഇങ്ങോട്ട് കിട്ടില്ല. അത് ഗ്രോത്ത് 100% പ്രോഫിറ്റ് ഉള്ള സ്ഥലത്ത് മേടിച്ചാൽ അത് പ്രോഫിറ്റ് ആണ്. അല്ല, അത് പിന്നെ ഓരോ വർഷം അതിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. വാല്യൂ കൂടും. പക്ഷെ എന്നാലും വീട്ടിൽ എപ്പോഴും നമുക്ക് ചെലവ് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക. അതിന്റെ പ്രോപ്പർട്ടിയുടെ വാല്യൂ കൂടുന്നതനുസരിച്ചായാലും അതിന് തത്തുല്യമായി നിങ്ങൾ ലാൻഡാണ് വാങ്ങിച്ചെങ്കിൽ അതിനേക്കാളും വാല്യൂ കിട്ടും, വീടിനേക്കാളും കിട്ടും. കാരണം വീട് എപ്പോഴും ഡിപ്രിസിയേഷൻ അസറ്റാണ്. വീട് എന്ന് പറയുന്നത് ഡിപ്രിസിയേഷൻ അസറ്റും ലാൻഡ് ഈസ് എൻ അപ്രിസിയേഷൻ അസറ്റുമാണ്. രണ്ട് നമ്മൾ വ്യത്യാസം അതാണ്. വീട്ടിൽ 1 കോടി രൂപ കൊടുത്തിട്ട് ഉണ്ടാക്കിയ വീട് അടുത്ത വർഷം കഴിയുമ്പോൾ 1.5 കോടി രൂപ ആരും തരില്ല. ലാൻഡിന് തരും, വീടിന് തരില്ല. കാരണം അത് കുറയും വാല്യൂ. വെസ്റ്റേൺ അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടെർമിനോളജിയാണ്. ഈ ഫൈനാൻഷ്യലായിട്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് എന്ന് അറിയൂ, എം ടി ലാൻഡാണ്. എം ടി ലാൻഡിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് നല്ല ഇൻവെസ്റ്റ്മെന്റ് എവിടെയില്ല. കാരണം എന്താ, അവിടെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ ജസ്റ്റ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ലാൻഡിന് വാല്യൂ കൂടും. എന്ന് വെച്ചാൽ അത് മാത്രം ചെയ്യുന്നതല്ല, ജീവിതത്തിൽ അതെല്ലാം വേണം കേട്ടോ. എന്ന് വെച്ചാൽ വീടില്ലാതെ ജീവിക്കാൻ പറ്റുമോ? നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ നമുക്കത് ജീവിതത്തിൽ ആവശ്യമാണ്. പക്ഷെ അത് ഇൻവെസ്റ്റ്മെന്റ് അല്ല, വീടൊരു എക്സ്പെൻസ് ആണെന്ന് അറിയുക. എക്സ്പെൻസിൽ തന്നെയാണ് വീടിന്റെ കണക്ക് വെക്കേണ്ടത്. പിന്നെ ബിൽഡിംഗ് കെട്ടി നമുക്ക് റെന്റ് കിട്ടുക, അത് നമ്മളെ സംബന്ധിച്ച് റെന്റ് വരികയാണ് അതിനകത്ത്. അപ്പോൾ അത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ തുക ഇൻവെസ്റ്റ് ചെയ്തു, റെന്റ് നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കത് റിട്ടേൺ വരികയാണ് ഇൻവെസ്റ്റ്മെന്റ്. വീട്ടിൽ നിന്ന് റിട്ടേൺ ഇങ്ങോട്ട് വരില്ല. നമുക്ക് വീട്ടിലെ ചിലവ് അങ്ങോട്ട് പെയിന്റ് അടിക്കണമെങ്കിൽ 1.5 കോടി രൂപ എടുത്ത് വീട് കെട്ടിക്കഴിഞ്ഞാൽ 4-5 വർഷം കഴിഞ്ഞ് വീട് പെയിന്റ് അടിക്കുമ്പോൾ 25 ലക്ഷം വേണം അല്ലേ? പിന്നെ 10 വർഷം കഴിയുമ്പോൾ അങ്ങനെ 10 വർഷം 2 പ്രാവശ്യം പെയിന്റ് അടിക്കുമ്പോൾ 50 ലക്ഷം 40 ലക്ഷം രൂപ പെയിന്റിനും മറ്റേ അറ്റകുറ്റപ്പണിക്കായി 1.5 ലക്ഷം രൂപ തിരിച്ചു കിട്ടുമോ? കിട്ടില്ല. അങ്ങനെയാണ് ഇതിന്റെ കണക്ക്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എപ്പോഴും നമ്മൾക്ക് പണമുണ്ടായാൽ പണം നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന രീതിയിലേക്ക് പണത്തെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. പണം നമ്മുടെ റിച്ച് ഡാഡിന്റെ അതായത് തന്നെ റോബർട്ട് കിയോസാക്കിയുടെ ഒരു പുസ്തകമുണ്ട്. അതിൽ പറയുന്ന ഒരു ഫോർമുല EB/SI എന്ന് പറയുന്ന ഫോർമുല, പണമൊഴുക്കിന്റെ ചതുരങ്ങൾ എന്ന് പറഞ്ഞ മലയാളത്തിലൊരു പുസ്തകമുണ്ട്. അതൊന്ന് മലയാളത്തിൽ അവൈലബിൾ ആണത്. ഞാനിപ്പോൾ അതിൽ ഒരുപാട് ഫോർമുലാസ് പുള്ളി പറയുന്നുണ്ട്. അത് നമുക്ക് സാധാരണക്കാരന് മനസ്സിലാവില്ല. പക്ഷേ പണം ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അറിയും. അത് ഇൻവെസ്റ്റ്മെന്റ് എൻ്റെ ഇവിടുത്തെ വിഷയമല്ല, ഞാൻ മൈൻഡ് സെറ്റിനെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ നല്ല ആൾക്കാരെ കണ്ടിട്ട് ഒരുപാട് ഒപ്പീനിയൻ എടുത്തിട്ട് ശരിക്കും നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവൂ എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നാളെ 10 കിട്ടും, മുമ്പ് കിട്ടുന്ന അങ്ങനെയൊന്നും അല്ല സംഭവിക്കുന്നത്. ഇറ്റ്സ് എ ഗെയിമാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ ടോട്ടലി ഗെയിമാണ്. കാസിനോവ് അല്ലെങ്കിൽ മറ്റ് ഗെയിം പോലുള്ള ഗെയിമാണ്. അത് കളിക്കാൻ അറിയുന്നവന് കാശ് കിട്ടും, കളിക്കാൻ അറിയാത്തവൻ കയ്യിൽ നിന്ന് പോകും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോലെ തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റ് ഈസ് എ ഗെയിം. കളിക്കാൻ അറിയുന്നവർക്ക് പൈസ കിട്ടും, അല്ലാത്തവന് പോകും. അതുപോലെ തന്നെ ഓൺലൈൻ റമ്മി കളിക്കുന്നവർക്ക് ചില ഉണ്ടെങ്കിൽ പറയാം, അതൊക്കെ കാശ് അങ്ങോട്ട് പോകുന്ന പരിപാടിയാണ്. അതുകൊണ്ട് കാശുണ്ടാക്കിയവരാരും ലോകത്ത് കേൾക്കുന്നില്ലേ? ഓക്കെ, ദാറ്റ്സ് ഓൾ ഇൻ ടുഡേ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പിരിയാം, സമയമായി. നാളെ വീണ്ടും ഇത് തന്നെ തുടരും. നാളെയാണ് നിങ്ങൾക്ക് അബൻഡൻസ് മൈൻഡ് സെറ്റിനെ പറ്റി നാളെ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് നാളെ അബൻഡൻസ് മൈൻഡ് സെറ്റ് എന്താണെന്ന് പറയാം. ഓക്കെ, താങ്ക് യു.